ജനതാദൾ നാട്ടിക മണ്ഡലം പ്രസിഡന്റായിരുന്ന പി.ജി. ദീപകിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സംഘപരിവാർ പ്രവർത്തകരായ 5 പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഏപ്രിൽ 8-ന് പ്രതികളുടെ ശിക്ഷ വിധിക്കും. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ജനതാദൾ നാട്ടിക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൌൺസിൽ അംഗവുമായിരുന്ന പി.ജി. ദീപകിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ 5 പ്രതികൾ കുറ്റക്കാരാണെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയത്. വിചാരണ കോടതി വെറുതെ വിട്ട സംഘപരിവാർ പ്രവർത്തകരായ എം.എസ്. ഋഷികേഷ്, കെ.യു. നിജിൻ, കെ.പി. പ്രശാന്ത്, വി.പി. ബ്രഷ്നോവ്, രശാന്ത് എന്നിവർ കുറ്റക്കാരാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഏപ്രിൽ മാസം 4-നാണ് പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക. ജില്ലാ കോടതി വിടാനുള്ള കാരണം പരിക്ക് പറ്റിയ ഒരു സാക്ഷിയുടെ മുൻ സർട്ടിഫിക്കറ്റിൽ മുഖംമൂടി ധരിച്ച പ്രതികൾ ആക്രമിച്ചു എന്നുള്ള ഒരു എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രിയുടെ അടിസ്ഥാനത്തിൽ സാക്ഷികൾ കാണാൻ വഴിയില്ല എന്നുള്ള തെറ്റായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് ജില്ലാ ജഡ്ജി നൽകിയത്. അത് ശരിയല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2015 മാർച്ച് 24-നാണ് ജനതാദൾ നേതാവായ പി.ജി. ദീപക് തൃശൂരിൽ കൊല്ലപ്പെട്ടത്. റേഷൻ വ്യാപാരി കൂടിയായ ദീപക് കടയടയ്ക്കുന്നതിനിടെ വാനിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന ആവശ്യവുമായി ദിവസങ്ങളോളം ജനതാദൾ പ്രതിഷേധം ശക്തമാക്കി. ദീപക് ബി.ജെ.പി. പ്രവർത്തകനായിരുന്നു. ബി.ജെ.പിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് ജനതാദളിൽ ചേരുകയും അങ്ങനെ ജനതാദളിൽ ഏതാണ്ട് ഒരു 5 വർഷക്കാലത്തോളം പ്രവർത്തിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ദീപകിന്റെ നേതൃത്വത്തിൽ നാട്ടികയിൽ നിന്ന് RSS ബി.ജെ.പി. ബന്ധം വേണ്ടെന്ന് വെച്ച് ജനതാദളിൽ ചേർന്നത്. ഇതിൽ കുപിതരായിട്ടുള്ള RSSന്റെ ബി.ജെ.പി. പ്രവർത്തകർ അദ്ദേഹത്തെ വകയിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തത്. മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയ്ക്കൊടുവിലാണ് സംഘപരിവാർ പ്രവർത്തകരായ പ്രതികൾ കുറ്റകൃത്യം നടപ്പിലാക്കിയതെന്നായിരുന്നു അന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.